നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളും കൗതുകങ്ങളും കോർത്തിണക്കി പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ ശാസ്ത്ര പ്രദർശനം ആരംഭിച്ചു. മത്സ്യമേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കാനും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനുമായി കയ്പമംഗലത്ത് മത്സ്യസഭ. നെൽകൃഷി രംഗത്തെ നൂതന പ്രവണതകൾ പരിചയപ്പെടുത്താൻ എടത്തിരുത്തിയിലെ നെൽകർഷകർക്ക് കൃഷി പാഠശാല. വാർത്തകൾ വിശദമായി. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളും കൗതുകങ്ങളും അലങ്കാര മത്സ്യങ്ങളുടെ വർണ്ണക്കാഴ്ചകളും അണിയിച്ചൊരുക്കിയ സയൻഷ്യ ശാസ്ത്ര പ്രദർശനത്തിന് പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ തുടക്കമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് P. മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് PKM ഹബീബ്, KK കുഞ്ഞുമൊയ്തീൻ, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി KM അബ്ദുൽ സലാം, PH സിയാവുദ്ദീൻ അഹമ്മദ്, ക്യാപ്റ്റൻ VS ജയൻ, ഡോക്ടർ K. കേശവൻ, MR ജോഷി, ഡോക്ടർ KP സുമേധൻ, KS ഹസൻ, മുഹമ്മദ് അരീജ്, ഡോക്ടർ KM ഷെറീന എന്നിവർ പ്രസംഗിച്ചു. ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലും പ്രദർശനം തുടരും. പൊതുജനങ്ങൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും പ്രവേശനം സൗജന്യമാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം. അലങ്കാര മത്സ്യങ്ങൾ, അപൂർവ ഇനം കടൽ ജീവികൾ, വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ഫോട്ടോ പ്രദർശനം, പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ, അലങ്കാര സസ്യങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിലുള്ളത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മത്സ്യസഭ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ മത്സ്യസഭ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷയായിരുന്നു. AR രവീന്ദ്രൻ, ഖദീജ പുതിയ വീട്ടിൽ, KG ദിലീപ്, രാധ വേലായുധൻ, ഉമാ ശിവരാമൻ, പ്രീതി ഉണ്ണിക്കുട്ടൻ, KB അനിൽകുമാർ, KD നീലാംബരൻ, AK പീതാംബരൻ, KK ശേഖരൻ, EK ദാസൻ, NK സുരേഷ്, ആനന്ദൻ കൈതവളപ്പിൽ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ മത്സ്യസഭയിൽ പങ്കെടുത്തു. മത്സ്യമേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിനും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് മത്സ്യസഭ എന്ന പേരിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ആ എടുത്ത പണം നമ്മുടെയൊക്കെ അറിവിൽപ്പെട്ടുള്ളത്തോളം അന്വേഷിച്ചറിയണം. ആ ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ 70-76 വീടുകൾ 79 വീടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞാലും ഒരുപാട് ഫണ്ട് ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞ എന്റെ ഭാഗത്തു നിന്നുള്ള അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ മേഖലയിൽ അന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്പമംഗലത്ത് തന്നെ ഇതുപോലെ തന്നെ അവരെ വീട് ഓടിട്ടവരാണ്. അവിടെ അവർക്ക് താമസിക്കാൻ പറ്റുമെന്ന് ഉദ്യോഗസ്ഥന്മാർ അത് പുതുതായി ഒരു നിവേദനം, ഒരു സംവിധാനം ഉണ്ടാക്കി കുറെ ആൾക്കാരുടെ പേരുകൾ മാറ്റി നിർത്തി വാസയോഗ്യമായ വീടുകൾ എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞവരെ മാറ്റി നിർത്തി. ബാക്കി വരുന്നവരാണ് 76 പേരെ ഈ ഗ്രാമത്തിൽ കൊടുത്തവർ. അന്ന് അവരെ മാറ്റി നിർത്തിയിൽ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു മാറ്റി നിർത്തി. അച്ഛന്റെ പേരിൽ ഭൂമിയുള്ളവർ. ആത്മാ പദ്ധതിയുടെയും ആത്മാ പ്ലസ് പദ്ധതിയുടെയും ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ നെൽ കർഷകർക്ക് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല സംഘടിപ്പിച്ചു. എടത്തിരുത്തിയിലെ KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ അധ്യക്ഷനായിരുന്നു. കൈപ്പറമ്പ് കൃഷി ഓഫീസർ TP ബൈജു ക്ലാസ് എടുത്തു. കൃഷി അസിസ്റ്റന്റുമാരായ PK ഷജന, KP മനു, ആത്മാ ഉദ്യോഗസ്ഥരായ OM ഷബ്ന, NA ഷൈനാസ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോ നെല്ലിന് ഒരുവിധം ന്യായമായ വിലയുള്ള സമയമാണെന്നാണ് ഞാൻ കൃഷി പഠിച്ചത് 25 വർഷം. കൃഷി പഠിച്ചിട്ട് പലരും പല വഴിക്ക് പോയി. ഞാനൊക്കെ കൃഷി ഒരാൾ സെൻട്രൽ എക്സൈസ് ഒക്കെയാണ്. പുള്ളി എനിക്ക് എന്നോട് കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെല്ല് സംഭരണ പദ്ധതിയാണ്. കാരണം നെല്ലിന് അന്ന് 17 രൂപ ഉണ്ട്. 1 കിലോഗ്രാം നെല്ലിന് 17 രൂപ. ഇപ്പൊ നമ്മുടെ 1500 കിലോ നെല്ല് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരേക്കർ. കോളാമ്പ് 3000-3500 നമ്മൾ പത്രയും കാണില്ല. കോളിനല്ല 1500 കിലോ നെല്ല് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ 27,000 രൂപയുടെ നെല്ല് നമുക്ക് ഉത്പാദിപ്പിക്കാൻ. വൈക്കോലിന്റെ വില തൽക്കാലം നമുക്ക് കണക്കില്ല.
ഒരു സംവിധാനവുമായിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ ഏക്കറിലേക്ക് ലാഭം ഉണ്ടാക്കുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ട്. പെരിഞ്ഞനം കോവിലകത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഐനിമരത്തിൽ രൂപപ്പെട്ട കടന്നൽ കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം സമീപവാസിയായ ഓലക്കോട്ട് സമദിന് കടന്നൽ കുത്തേറ്റിരുന്നു. ഏതാനും മാസങ്ങളായി ഇവിടെ കടന്നൽ കൂട് രൂപപ്പെട്ടിട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് കടന്നലുകൾ കൂട്ടമായി പാഞ്ഞെത്തുന്നതും നാട്ടുകാർക്ക് ദുരിതമായിരിക്കുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി തൊഴിലാളികൾക്ക് നേരത്തെ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 3 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 14 വാർഡുകളിലും തൊഴിലാളികൾക്ക് ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാഷ്ട്രനിർമ്മാണത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനമാക്കി മാറ്റുകയും അവരെ ഈ സമൂഹത്തിൻ്റെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചുള്ളത്. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പല വാർഡുകൾ കടന്ന് ഏകദേശം 8 വാർഡ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയും യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VR വിജയൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ VD സന്ദീപ്, MR രാജൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV സുകുമാരൻ, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, EV ധർമ്മൻ എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം പള്ളിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് മാർച്ച് 6-ന് കൊടിയേറും. മാർച്ച് 13-നാണ് ക്ഷേത്രത്തിലെ ആറാട്ട്. വിവിധ വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് ക്ഷേത്രം റിസീവർമാർ അറിയിച്ചു. മതിലകം കൂളിമുട്ടം സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഗ്രൂപ്പ് നിർണയ ക്യാമ്പും ഡൊണേഷൻ ഫോറവും രൂപീകരിച്ചു. സൗഹൃദവേദി പരിസരത്ത് നടന്ന ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം KK സഗീർ ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദവേദി സെക്രട്ടറി TK ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. ജീവിതശൈലി രോഗത്തെക്കുറിച്ച് പെരിഞ്ഞനം ഹെൽത്ത് ഇൻസ്പെക്ടർ അനുകുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. രക്തഗ്രൂപ്പ് നിർണയത്തിന് പുന്നക്ക ബസാർ എയിംസ് ലാബ് പ്രവർത്തകർ നേതൃത്വം നൽകി. കൂളിമുട്ടം ഹെൽത്ത് സെന്റർ നഴ്സ് മറിയം, സൗമിനി, അബ്ദുൽ ഫത്താഹ്, സാജുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.